ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ ആയിട്ട് സുധീഷ് ഇങ്ങനെ ഉറക്കം ഉണർന്നിരിക്കുകയാണ്. അന്നേരമായിരിക്കും കേട്ടോ രാത്രി നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്നത്. അപ്പോൾ പറയും, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ സുഭാഷ് അവിടെ കാണുന്ന മുണ്ടും ഷർട്ടും എടുക്കാൻ വേണ്ടിയിട്ട് വരുവാണ്. സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് കൈ പിടിക്കാട്ടോ. അന്നേരം സുഭാഷ് പറയും, മിണ്ടരുത്, നീ എൻ്റെ അനിയനാണെന്ന് പറയാൻ പോലും എനിക്ക് അറപ്പാണ്. ഇന്നലെ ആ പെൺകുട്ടിയോട് എന്തൊക്കെയായി കാണിച്ചത്. അത് സുഭാഷ് ഏട്ടാ, ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് എന്ന് പറയുമ്പോൾ ദേഷ്യം ഇങ്ങനെയാണോ അവിടെ തീർക്കേണ്ടത്? ആ പെൺകുട്ടിയുടെ റൂമിൽ പോയി അതൊക്കെ കുറ്റിയിട്ട് അവളുടെ കൂടെ കട്ടിൽ കിടക്കുക, ഇങ്ങനെയാണോ നിന്റെ ദേഷ്യം പ്രകടിപ്പിക്കേണ്ടത്? നീയും റേപ്പിസ്റ്റും തമ്മിൽ എന്താ ഒരു വ്യത്യാസം? അയ്യോ സുഭാഷ് ഏട്ടാ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വെറുതെ പറയുന്നതെന്ന് പറയാണ് കേട്ടോ. അന്നേരം സുഭാഷ് പറയുന്നുണ്ട്, ഞങ്ങളിവിടെ ഉണ്ടായിരുന്നോണ്ട് ഒന്നും സംഭവിച്ചില്ല, മറിച്ച് നീയും ആ പെൺകുട്ടിയും മാത്രമായിരുന്നെങ്കിൽ ഇപ്പൊ എന്തായിരുന്നു അവസ്ഥ? സുഭാഷ് ഏട്ടാ, അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല എന്ന് വീണ്ടും പറയുമ്പോൾ, എന്റെ കൺമുന്നിൽ നിന്നെ കാണരുത്, പൊക്കണം എന്ന് പറയാണ്. അന്നേരം നമ്മുടെ ഹരീഷും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലാം കേട്ടോ. എന്തിനാ സുഭാഷ് ഏട്ടാ ഇയാളോട് സംസാരിച്ച് നേരം കളയണേ? സുഭാഷ് ഏട്ടാ ഇങ്ങനെ പോന്നേന്ന് പറയാണ്. എടാ ഹരീഷേ എന്ന് പറയുമ്പോൾ പോടോ അവിടുന്ന് അറിയണേ. അങ്ങനെ അവർ പോകുന്ന സമയത്ത് നമ്മുടെ സുധീഷ് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് നികേഷിന്റെ അടുത്തേക്ക് വരും. നികേഷ് ആണെങ്കിൽ ബുക്ക് ബാഗിൽ എടുത്ത് വെക്കായിരിക്കും കേട്ടോ. നികേഷ് മോനെ സോറിടാ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് ചെയ്തല്ല എന്ന് പറയുമ്പോൾ നികേഷ് പറയും, ഏട്ടാ മുന്നിൽ നിന്നൊന്ന് പൊക്കോ എന്ന് പറയണേ. വീണ്ടും നമ്മുടെ ഹരീഷിന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. എടാ മോനെ, നിനക്ക് എന്നെ അറിയില്ലേ, ഞാൻ അങ്ങനെ ഒന്നും എന്ന് പറയുമ്പോൾ, എടോ കൈയെടുത്ത് മാറ്റാനാ പറഞ്ഞേ, എന്റെ മുന്നിലേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ട് സുഭാഷ് ഏട്ടാ ഞാൻ പോവാണെന്ന് പറഞ്ഞ് ഹരീഷ് അങ്ങ് ഇറങ്ങി പോവാ. അന്നേരം വീണ്ടും സുഭാഷ് നികേഷിന് ടിഫിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നു. സുഭാഷ് ഏട്ടാ ഒന്ന് എന്നെ നോക്കെങ്കിലും ചെയ്യേ പ്ലീസ് സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞ് കയ്യും കാലൊക്കെ പിടിക്കുന്ന സമയത്ത്, നിന്നോട് മാറി നിൽക്കാനാ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഭാഷും അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. അന്നേരം നേരെ നിധിയുടെ റൂമിലേക്ക് അങ്ങ് പോവാണ്. അപ്പോഴേക്കും ഭാസ്കര അവിടെ വരുന്നുണ്ട്. അവള് പോയി, അവളിന്ന് നേരത്തെ പണിക്ക് പോയി എന്ന് പറഞ്ഞപ്പോഴേക്കും കൊല്ലാനുള്ള ദേഷ്യത്തില് നമ്മുടെ സുധീഷ് ഭാസ്കരന്റെ അടുത്തേക്ക് വരികയാണ്. നിങ്ങളൊരൊറ്റ ഒരുത്തം കാരണം ഇന്നലെ ഈ പ്രശ്നം മുഴുവൻ ഇവിടെ ഉണ്ടായതെന്ന് പറയുമ്പോൾ, ഞാൻ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ഒരാഗ്രഹം ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ നിന്നോട് കള്ളും കുടിച്ച് പൂസായി വന്ന് അവളുടെ കട്ടിലിൽ കിടക്കാൻ ഞാൻ പറഞ്ഞോടാ? ഇപ്പൊ എന്റെ പേരിൽ തന്നെയാണ് എല്ലാ കുറ്റവും, ഞാനാണിപ്പോ തെറ്റുകാരൻ. നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നോ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ടെന്ന്? ഇല്ലല്ലോ. നിങ്ങളോട് ഞാൻ ഉപദേശം ചോദിക്കാൻ വന്നില്ലല്ലോ, നിങ്ങളായിട്ടല്ലേ എന്നെ പറഞ്ഞു വിട്ടത്. എന്നിട്ടിപ്പോ കുറ്റം മുഴുവൻ എനിക്ക്. എന്റെ മുന്നിൽ നിന്ന് പൊക്കണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എന്തെങ്കിലും ചെയ്യും എന്ന് പറയുമ്പോ നമ്മുടെ ഭാസ്കരൻ അങ്ങ് പോവാണേ.